പ്രിയ കൂട്ടുകാരെ, നമുക്ക് ജോസഫിൻ്റെ കഥയിലെ ബെഞ്ചമിനെ കണ്ടുമുട്ടിയ ഭാഗം നമുക്കിന്ന് നോക്കാം. കാനാനിൽ വീണ്ടും കടുത്ത ക്ഷാമമുണ്ടായിരുന്നു. യാക്കോബിൻ്റെ കുടുംബം ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി കുറച്ചുകൂടി ധാന്യം കൊണ്ടുവരുവീൻ. പുത്രന്മാർ പറഞ്ഞു, അനുജനായ ബെഞ്ചമിനെ കൊണ്ടുപോകാതെ ആ രാജ്യത്തെ ഭരണാധികാരിയെ വീണ്ടും കാണാൻ കഴിയുകയില്ല. ആദ്യം യാക്കോബ് സമ്മതിച്ചില്ല. കാരണം തൻ്റെ പ്രിയപുത്രനായ ബെഞ്ചമിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഭക്ഷണക്കുറവ് രൂക്ഷമായപ്പോൾ യൂദ ബെഞ്ചമിൻ്റെ സുരക്ഷയ്ക്ക് ഉറപ്പു നൽകി. ഒടുവിൽ യാക്കോബ് സമ്മതിച്ചു. അവർ സമ്മാനങ്ങളും മുൻപ് ധാന്യച്ചൊക്കുകളിൽ തിരികെ കിട്ടിയ പണവും എടുത്ത് ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ദൂരത്തോളം നീണ്ടുകിടക്കുന്ന മണൽപ്പരപ്പുകൾ, കാറ്റിൽ ആടുന്ന ഈന്തപ്പനകൾ, ഒട്ടകങ്ങളുമായി യാത്ര ചെയ്യുന്ന വ്യാപാര സംഘങ്ങൾ, സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഈജിപ്തിലെ മഹത്തായ കൊട്ടാരം, ഉയരമേറിയ കൽത്തൂണുകൾ, രാജകീയ ഉദ്യാനങ്ങൾ, ജലധാരകൾ, കൊട്ടാര കവാടത്തിൽ കാവൽ നിൽക്കുന്ന ഭടന്മാർ, രാജവസ്ത്രം ധരിച്ച ജോസഫ്. അങ്ങനെ അവർ ഈജിപ്തിലെത്തി. ഈജിപ്തിലെത്തിയപ്പോൾ ജോസഫ് ബെഞ്ചമിനെ കണ്ടു. തൻ്റെ സ്വന്തം സഹോദരനെ കണ്ടപ്പോൾ ജോസഫ് ഹൃദയവികാരഭരിതനായി. എന്നാൽ അദ്ദേഹം തൻ്റെ യഥാർത്ഥ തിരിച്ചറിയൽ വെളിപ്പെടുത്തിയില്ല. ജോസഫ് തൻ്റെ ഭവനകാര്യസ്ഥനോട് സഹോദരന്മാരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിരുന്നൊരുക്കാൻ കൽപ്പിച്ചു. സഹോദരന്മാർ ഭയപ്പെട്ടു. മുൻപ് പണം തിരികെ കിട്ടിയ കാര്യം കാരണം തങ്ങളെ പിടികൂടുമോ എന്നവർ ആശങ്കപ്പെട്ടു. എന്നാൽ ജോസഫിൻ്റെ ഭവനകാര്യസ്ഥൻ അവരെ ആശ്വസിപ്പിച്ചു. തുടർന്ന് ശിമയോനെയും അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഉച്ചഭക്ഷണ സമയത്ത് ജോസഫ് സഹോദരന്മാരെ പ്രായാക്രമത്തിലിരുത്തി. ഇത് കണ്ട അവർ അത്ഭുതപ്പെട്ടു. പിന്നെ ബെഞ്ചമിന് മറ്റുള്ളവരെക്കാൾ 5 ഇരട്ടി ഭക്ഷണം നൽകി. എല്ലാവരും സന്തോഷത്തോടെ വിരുന്നിൽ പങ്കുചേർന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്, ദൈവം തൻ്റെ പദ്ധതികൾ നിശബ്ദമായി നിറവേറ്റുന്നു.